നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ BVMC വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം വിവരങ്ങൾ അവിടെ നിന്ന് പല ഘട്ടങ്ങളിലായി കേട്ടിരുന്നു. ഇതിനു മുമ്പും അവിടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിന് സ്ഥിരീകരണമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പലരും പരാതി നൽകിയിട്ടില്ല. പരാതി നൽകിയവർ പുറത്തു വന്ന് പറയാൻ ധൈര്യമില്ലാത്തവരാണ്. അവർ പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. ഇതുവരെ ഈ വിഷയങ്ങളൊന്നും പുറത്തു വന്നില്ല. ഏതായാലും സിദ്ധാർത്ഥിന്റെ മരണത്തോടെയാണ് ഈ വിഷയങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നത്. അതിനു മുമ്പ് അവിടെ നടന്ന ചില ആക്സിഡന്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ ചില കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഏതായാലും അതൊന്നും സ്ഥിരീകരണം ലഭിക്കാത്തതുകൊണ്ട് നമുക്ക് അത്തരത്തിലത് പുറത്തു പറയാനും കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചില പ്രവണതകൾ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മുമ്പും ആൾക്കൂട്ട വിചാരണ നടന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലും മൊഴിയെടുക്കലിലുമാണ് കൂടുതൽ റാഗിംഗ് നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതേ തുടർന്ന് നേരത്തെ നടന്ന സംഭവങ്ങളിലും കോളേജ് അധികൃതർ നടപടിയെടുത്തു കഴിഞ്ഞു. 2019-ലും 2021-ലും നടന്ന 2 സംഭവങ്ങളിലായി 13 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ 4 വിദ്യാർത്ഥികളെ ഇന്റേൺഷിപ്പിൽ നിന്ന് ഇപ്പോൾ വിലക്കി കഴിഞ്ഞു. 5 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും കോളേജ് റദ്ദാക്കി. 2021 ബാച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ 2 പേരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിവരങ്ങൾ തുടരന്വേഷണത്തിനായി പോലീസിന് കൈമാറുമെന്നാണ് സൂചനകൾ വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18-നായിരുന്നു നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെട്ടത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായെന്ന തർക്കത്തെ തുടർന്ന് 16-നും 17-നും കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് മർദ്ദനവും പരസ്യ വിചാരണയും നേരിടേണ്ടി വന്നിരുന്നുവെന്ന് പിന്നീടാണ് ആരോപണം ഉയർന്നത്. കനത്ത പ്രതിഷേധവും സർക്കാരിനെതിരെ ജനരോഷവും ഉയർന്നതോടെ സിദ്ധാർത്ഥിന്റെ മരണം സർക്കാർ CBIക്ക് വിട്ടു. ഈ മരണം കൊലപാതകമാണ് എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ വീട്ടുകാരടക്കം വിശ്വസിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ CBIക്ക് ഈ കേസ് കൈമാറിയിട്ടുള്ളതും. അതിൽ പലരെയും പ്രതി ചേർത്തിട്ടില്ല എന്ന ആരോപണവും അവരുടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CBI അന്വേഷണത്തിനാണെങ്കിലും ഏത് അന്വേഷണത്തിന് പോയാലും പ്രാഥമിക തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ കേസിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം അന്വേഷണം നടത്താതെ പ്രാഥമികമായ എല്ലാ തെളിവുകളും തേച്ചു മായ്ച്ച ശേഷം തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് മാത്രം ഈ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നത്. നിരവധി കേസുകൾ പലരും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അത്തരത്തിലുള്ള കേസുകളൊന്നും കേരളത്തിലെ സർക്കാർ CBIക്ക് കൈമാറിയിട്ടില്ല. എന്തിന് ഭാരത് ലൈവിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറായ SV പ്രദീപിന്റെ മരണം പോലും പ്രശ്നമായപ്പോൾ പോലും CBI അന്വേഷണത്തിനായി അവരുടെ വീട്ടുകാർ പറഞ്ഞപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കവും സർക്കാർ നടത്തിയിട്ടില്ല. അവസാനം കോടതിയിലേക്ക് പോവുകയാണ് SV പ്രദീപിന്റെ കുടുംബമടക്കം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ മരണം മാത്രം ഇത്ര പെട്ടെന്ന് CBI അന്വേഷണത്തിന് വിടാമെന്ന് സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതിന്റെ ഉത്തരം ലളിതമാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണവും. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ എതിരാകുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പിണറായി വിജയനും അറിയാം. ആകെ 1-2 സീറ്റ് കിട്ടേണ്ടത് കേരളത്തിൽ മാത്രമാണ്. അതുകൂടി ഇല്ലാതാകും എന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു CBI അന്വേഷണവുമായി മുന്നോട്ട് വന്നത്. അല്ലാതെ മരണപ്പെട്ട വിദ്യാർത്ഥിയോടോ അവരുടെ കുടുംബത്തോടോ ഐക്യപ്പെടുന്നത് കൊണ്ടല്ല എന്ന് തിരിച്ചറിയാൻ മറ്റ് മാർഗങ്ങളൊന്നും തേടേണ്ടതുമില്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ, സാധാരണ ഒരു വ്യക്തി ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാനും സാധിക്കും.